നമ്മളിപ്പോൾ ഉള്ളതേ മുല്ലശ്ശേരിയിൽ നാളെ പരിപാടിയാണ്. നാളെ സിറ്റുവിൻ്റെ അവിടെ നിന്ന് മറ്റേ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അതാ സാധനങ്ങളൊക്കെ ആയുർവേദിക്ക് നമ്മൾ ഇങ്ങനെ ഈ പൂക്കൊല്ലേഹ്യമൊക്കെ ഉണ്ടല്ലോ, ലേഹ്യം, അരിഷ്ടം. ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ സാധനം നമ്മൾ കൊടുക്കല് ആട്ടുംപ്രാക്യം, അതുപോലെ തന്നെ ലേഹ്യം, പൂക്കൽ ലേഹ്യം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിക്കട്ടെ ഉമ്മ, മേടിക്കാൻ വേണ്ടി വന്നിക്കുക. അപ്പോൾ നല്ല വെയിലാണ്. നാളെ രാവിലെ പോകണം. അപ്പോൾ ഇന്ന് മേടിച്ച് സെറ്റാക്കണം. പിന്നെ ഉണ്ണിക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചങ്ങാട്ട് പോകുന്നൊരു തിരക്കാണ് കേട്ടോ. ഓക്കെ, അത് മേടിക്കട്ടെ എന്തായാലും. ഇത് മേടിച്ചിട്ട് വേണം അടുത്തത് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. നല്ല വെയിലാണ്. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല വെയിലാണ് കേട്ടോ. നമ്മളെപ്പോഴും വരുമ്പോൾ മേടിക്കാറുള്ള സ്പോട്ട് ഇപ്പോൾ സിത്തുവിൻ്റെ ആണെങ്കിലും സാലറി ആണെങ്കിലും എല്ലാ കാര്യത്തിനും വന്ന് മേടിക്കാറുള്ള സ്ഥലമാണ് കേട്ടോ മുല്ലശ്ശേരി എന്ന്. നമ്മുടെ മുല്ലശ്ശേരി ഉണ്ടല്ലോ, മുല്ലശ്ശേരി അമ്മമ്മയുടെ കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കാറ്, ചേച്ചീൻ്റെ കട. ഉമ്മ ഇപ്പം ഏകദേശം സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സാധനമൊക്കെ മേടിച്ച് സെറ്റായിട്ടുണ്ടാ. ഇത് നമ്മുടെ ചേച്ചിട്ടാ. ചേച്ചിയുടെ പേര് ഭാരതി ചേച്ചി. ഇത് ചേച്ചിയുടെ കടയല്ലേ? ആ, ഇത് ഭാരതി ചേച്ചീൻ്റെ കടയാണ് കേട്ടോ. അത് ടോപ്പ്. കുറേ വർഷങ്ങളായില്ലേ ചേച്ചി? എത്ര വർഷമായി? 36 വർഷമായിട്ടാ. 36 വർഷം ആ. അപ്പോൾ ഞാനൊക്കെ ജനിക്കാത്ത മുൻപ് ഈ കട ഉണ്ട് അല്ലേ? ഇവിടെ ഈ കട ഉണ്ടല്ലോ അല്ലേ? 36 വർഷമായിട്ട് ഈ കട ഉണ്ട് ഇവിടെ. മാഷാ അല്ലാഹ്, 36 വർഷമായിട്ട് ഈ കട ഇവിടെ ഉണ്ട് കേട്ടോ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കാന്ന്. അന്നും ഇന്നും ഇവിടെ ഉണ്ട്. അതെ. പിന്നെ ഇവിടുത്തെ മരുന്ന് ഒരിക്കൽ കൊണ്ടുപോയാൽ പിന്നെ എല്ലാ പ്രസവത്തിനും ഇവിടെ തന്നെ വരും. പ്രസവത്തിന് മാത്രമല്ല എല്ലാത്തിനും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. അതെന്ന് വെച്ചാല് സിപ്പുവിന്റെ ഫസ്റ്റ് പ്രസവം, പിന്നെ സാലിയുടെ പ്രസവം, പിന്നെ സിത്തുമാരുടെ രണ്ടാമത്തെ പ്രസവം ഒക്കെ ഇവിടെ നിന്നാണ് മേടിച്ചിട്ട് അമ്മ. കാരണം വെച്ചാല് ഇത് ഉമ്മയുടെ സ്ഥിരം സ്പോട്ടാണ്. എന്ത് മേടിക്കുന്നുണ്ടെങ്കിലും ഉമ്മ ഇങ്ങോട്ടേ വരാറുള്ളൂ. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ മൊത്തം ഇവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട്. ഡോക്ടർ ഉണ്ടോ ഇവിടെ? ആ, എവിടെ? ഉള്ളിലേക്കോ? ആണോ? ആയുർവേദ ഡോക്ടറോ? എല്ലാ ദിവസവും ഉണ്ട്. സൺഡേ ഒഴികെ ബാക്കി ദിവസങ്ങളുണ്ട് അല്ലേ? ആ, സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഡോക്ടറുണ്ട് കേട്ടോ. ആയുർവേദ ഡോക്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ 10 to 12 PM അല്ലേ ചേച്ചിയെ? അത്രേ ഉള്ളൂ. 10 to 12 വരെ ഉള്ളൂ. ഉച്ചരിഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, ഉച്ചതിരിഞ്ഞിട്ടുണ്ട് ഇവിടെ ആയുർവേദ ഡോക്ടർ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആരെങ്കിലും ആയുർവേദ ഡോക്ടറും കാര്യമൊക്കെ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ മുല്ലശ്ശേരി സെൻറ്റർ കേട്ടാ. ഇത് നേരെ പോണ പാടൂർക്ക്, ഇത് നേരെ പോണത് ചാവക്കാട്, ഇത് നേരെ പോണ കാഞ്ഞാണി, ഇത് നേരെ പോണത് നമ്മുടെ നാട്ടിലോട്ട് കേട്ടോ. എലവത്തൂര് പറമ്പന്തള്ളി എന്ന് പറഞ്ഞ റൂട്ടിലോട്ട് പോണട്ടത്. അവിടെ ഈ കാണുന്ന ഇതാണ് നമ്മുടെ കട ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴിക്ക് പോണവർ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. നമുക്ക് വേറെ കുറച്ച് സാധനം കൂടി ഉണ്ട്, അതുകൊണ്ട് മേടിച്ചിട്ടാണ് നേരെ പോകാൻ. അങ്ങനെ കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ അവരൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അക്കാടിയെ പോയിട്ട് കുറച്ചുകൂടി സാധനം മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മേടിക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ മൊത്തം അക്കാടിയിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ണിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് നേരെ പോകാം. ഓക്കെ, അല്ല കഴിഞ്ഞില്ലേ? പോകാനോ? പയ്യാണ്ടായിട്ടാ, നമുക്ക് മേടിക്കാം. അങ്ങനെ നമ്മൾ പെട്ടി കാര്യമൊക്കെ ഫുള്ള് സെറ്റാക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. നാളെ ചിത്തൂരോട് കൊണ്ടുപോകാനുള്ള നല്ല രീതിയിലുള്ള അരിഷ്ടം, ലേഹ്യം, പിന്നെന്തുവാ, പിന്നെ സോപ്പും, പ്രസവരക്ഷ, ആ ഐറ്റംസാണ്. മരുന്നും കാര്യം, വേണ്ട സോപ്പിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ ഉണ്ടല്ലോ ഫുള്ളും കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ ഫുള്ളും ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ളും പ്രിപ്പറേഷൻ ചെയ്യുന്നിട്ടാ. അപ്പോൾ കെട്ടട്ടെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ അടിക്കുമോ ഇതിലും കൂടി? അപ്പോൾ നാളെയാണ് അങ്ങോട്ട് പോണത്. പോയിട്ട് ഒന്നുമില്ല, നമ്മൾ ഉമ്മ ഉപ്പ ഞാനിക്ക് മാത്രമാണ് പോകുന്നത്. ബൈക്കിലാണ് പോവുക. നേരെ അവിടെ പോയിട്ട് അവിടെ തന്നെ കൊടുക്കുക, തിരിച്ച് ഇതുപോലെ വരിക. അത്ര ദിവസം കഴിഞ്ഞിട്ടുള്ള രണ്ട് സാധനമുണ്ട്. എന്താ മാങ്ങ? ആ, അടിപൊളി മാങ്ങ കൊണ്ടുണ്ട് കേട്ടാ. നോക്കിയേ മാങ്ങട്ടാ. ഈ മാങ്ങയുടെ പേരറിയില്ല.
ഇത് അവിടെ നിന്ന് കൊടുന്ന മാംഗോ സിറ്റിന്ന്. ഗൂഗിളിൽ നിങ്ങൾ മാംഗോ സിറ്റിന്ന് അടിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും. അവിടെ നിന്ന് കൊടുന്ന മാംഗോ ആണ്. മാംഗോ ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കൊരു അയ്യവാ. ഇത് സാധനം ഇത് മറ്റേ വാങ്ങില്ലത് തൊലി എത്തിട്ടാ കേട്ടാ. മാങ്ങ എത്തിയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കഴിച്ചോക്കേ. അതല്ലേ ഇത് മറ്റേ വാങ്ങിയാ. എന്തിനാണ് പേര്? അത് വരും. ഞാൻ എടുത്തില്ല. ഇതാ സാധനം. ഉണ്ട് മാങ്ങ ഇപ്പറല്ലേ? അടിപൊളി മാങ്ങ. ഇത് പച്ച ഞങ്ങൾക്ക് തിന്നാൻ കൊണ്ടെന്താ, പക്ഷെ ഞങ്ങളത് അവിടെ വെച്ചിരുന്ന് പഴുത്തു. മാങ്ങ കഴിച്ചോ? അടിപൊളില്ല. പഴുത്തപ്പൊന്നും പറയല്ല. നമ്മുടെ മുതലമട നമ്മുടെ കാച്ചിക്കാട് ഇതുള്ള അവിടെ നമ്മുടെ കട തോട്ടം കിട്ടും. തോട്ടം അതിൽ നിന്ന് പൊടിച്ചെന്നാണ് അല്ലേ സാധനം. അവിടെ ഉണ്ട്. പച്ച തിന്നാൻ നല്ല ടേസ്റ്റാ. പച്ചയും തിന്നാനാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് പഴുത്ത് തിന്നാൻ പച്ചയായിട്ടായിരുന്നു എടുത്തു വെച്ചപ്പോ ഇപ്പൊ പഴുത്തിട്ട സാധനം അടിപൊളിയല്ലേ. ഇതൊക്കെ പുറത്ത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് വിലയാണ് വാങ്ങാണെന്നറിയോ? പുറത്ത് വാങ്ങാൻ പോണത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കില്ല. ഇതൊക്കെ നമ്മുടെ ഇക്കടെ തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് പൊട്ടിച്ച് നമുക്ക് തന്നിട്ടുള്ളതാ. അത് വെച്ച് ഇരുന്നപ്പോ അങ്ങനെ പഴുത്തു. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ പോയാൽ 1 കിലോനൊക്കെ ഒടുക്കത്തെ വിലയാ. അത് 2 വെച്ചാൽ തന്നെ 1 കിലോനാവും അല്ലേ? 2-3 വെച്ച് 1 കിലോനാവും. ഇങ്ങനെയൊക്കെ ഇക്കമാർക്കുള്ള കാരണം നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണം. കടയിൽ നിന്നൊക്കെ ഇത്രയും പൈസ കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കും ഇത്ര അധികം? ഇപ്പൊ ഒരു 3-4 വാങ്ങിയായിരിക്കും ഇത്. അപ്പൊ കുറെ എന്താ ഒപ്പൊന്ന് പറയാത്ത വിജയ് ജയിക്കുകയോ അല്ല, വിജയ് എപ്പം മുഖ്യമന്ത്രി കസാരയിൽ കയറുമെന്ന് കാത്തിരിക്കുകയാണ്. വിജയ് ഓരോ സ്റ്റെപ്പ് വെച്ചാലടക്കം ഇവിടെ അറിയും. അതെ. ഇപ്പൊ വിജയുടെ വലിയൊരു ആരാധകനാണ് കേട്ടാ. നാളെ 10 മണിക്കോ? നാളെ 10 മണിക്ക് സത്യപ്രതിജ്ഞ. അതെ. ഇപ്പൊ എന്താ വെച്ചാല് കേരളത്തിലല്ല കൂടുതലും ഫോക്കസ് ചെയ്യണത്. ഇപ്പൊ തമിഴ്നാട്ടിലെ കാര്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേരളത്തില് വിജയ് അല്ലെ, വിജയൊക്കെ കേരളത്തിലോട്ട് ആ ഒരു വന്നു കഴിഞ്ഞാല് ഉപ്പ കക്ഷി മാറുന്നു പറഞ്ഞിട്ടുണ്ട് ആള്. വിജയ് ഫാൻസ് കിട്ടും. അത്യാവശ്യം വിജയ് ഫാൻസ് കിട്ടും. ഈ തിരുവനന്തപുരം പാലക്കാടൊക്കെ അത്യാവശ്യം വിജയ് ഫാൻസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ അത്യാവശ്യം പോകും. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ കലാപരിപാടി നടക്കട്ടെ കേട്ടാ. സാധനമൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളത്തെ പരിപാടി പറഞ്ഞമ്മ അമ്മ ഇങ്ങ നാളത്തെ പരിപാടി പറയും. നാളെ വന്നിട്ട് ചിത്ത് മോള് പ്രസവിച്ച് പെറ്റ് കാണാൻ പോവാണ്. ആരുമില്ല, ഞങ്ങൾ മാത്രമാണ്. ആദ്യത്തേനൊക്കെ നല്ലപോലെ എല്ലാവരും കൊണ്ടുപോയി കണ്ട് അല്ല, ഇതിപ്പോൾ 2ാമത്തെ ആയതുകൊണ്ട് ഞങ്ങൾ കാണാറ്. പിന്നെ അവിടുന്ന് മരുവളയും കൊണ്ട് പോകും. ഇപ്പോൾ 2 മാസമായില്ലേ. അപ്പോൾ അവിടുന്ന് മരുവളയും കൊണ്ട് പോകും. പോയിട്ട് അവൾക്കുള്ള പ്രസവ രക്ഷയുടെ മരുന്നുകളാണ് കംപ്ലീറ്റ്. ഇതൊക്കെ കൊണ്ടുകൊടുത്ത് ഉണ്ണിനെ നോക്കിയിട്ടില്ല. അവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ണിനെ കാണിച്ചു തരാം. അതെ. അപ്പോൾ നാളെ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോസും കാര്യമൊക്കെ എടുക്കാം. നാളെ നോക്കട്ടെ, നാളെ പിക്ക് എടുക്കാം. അല്ലെങ്കിൽ 40 നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസും കാര്യമൊക്കെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നാളെ പിക്ക് നാളെ എടുക്കും, അല്ലെങ്കിൽ 40 നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നാളെ പോകുന്ന ഒരു പരിപാടിയിലൊക്കെ ഉള്ള വ്ളോഗ് വരെയൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാവരും കാണാം, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണാം അല്ലേ, സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ച പോലെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്ന ചാനലാണ് പളത്തെ ഫാമിലി വ്ളോഗ് 2.0. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ. ഓക്കെ അല്ലേപ്പാ, പടം വാങ്ങ പഠിച്ചോണ്ടിരിക്കുക. ഓക്കെ ബൈ. ഓക്കെ
അപ്പോൾ മറന്നിട്ടില്ല, നമ്മുടെ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാവ് അത് ഏകദേശം 1 വർഷം കൊണ്ട് കായ്ക്കും. അപ്പോൾ നമ്മൾ മാങ്ങയും കാര്യമൊക്കെ ഫുൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ എല്ലാവർക്കും നമ്മൾ ഡെലിവറി അയച്ചു കൊടുക്കും മാങ്ങ പഴുപ്പിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ കിട്ടാം. അപ്പോൾ എല്ലാവരും ഓക്കെ, നമുക്ക് ബൈ ബൈ, അടുത്ത വീഡിയോസിൽ കാണാം. ബൈ ബൈ.